തായിഫിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. നിങ്ങൾക്കറിയായിരിക്കും, തായിഫിലെ മസ്ജിദ് അജാസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അജാസ് ഒരു നസ്രാനിയാണ്, ഒരു ക്രിസ്ത്യാനിയായ ഉതുബയുടെ തോട്ടത്തിലെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗത്ത് ഏറുകൊണ്ട് അവശനായി ഉതുബയുടെ മുന്തിരിത്തോട്ടത്തിൽ ബോധം കെട്ട് വീഴുക. ആ വേദനയേറിയ കാഴ്ച കണ്ട് ഉതുബ മനസ്സലിഞ്ഞ് ശത്രുവാണെങ്കിലും മുന്തിരി കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറയാണ്. മുഹമ്മദിന് കൊണ്ടുപോയിട്ട് നീ മുന്തിരി കൊടുക്ക്. അദാസാണ് പാത്രത്തിൽ മുന്തിരിയും കൊണ്ട് പോകുന്നത്. അദാസ് മുമ്പിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്നും പറഞ്ഞ് ഒരു മുന്തിരി എടുത്തു. അദാസ് ചോദിച്ചു, ഈ ഭാഗത്തുള്ള ആരും പറയുന്നൊരു വാക്കല്ലല്ലോ ഇത്, ഇതുവരെ ആരും പറയുന്നത് ശരിയാ. എന്തുകൊണ്ടാണ് അദാസ് ചോദിക്കാനുള്ള കാരണം, ഉതുബ ഷൈബ രണ്ട് നേതാക്കന്മാരുണ്ട് അവിടെ, മുതലാളിമാര്. അവർക്ക് അഹ്ലു കിതാബുമായിട്ട് ബന്ധമില്ല. ഖുറൈശികൾക്ക് തൗറാത്തുമായിട്ടൊരു ബന്ധമില്ല, ഇൻജീലുമായിട്ടൊരു ബന്ധമില്ല. അവർക്ക് ഒരു 700 കൊല്ലത്തോളമായി ഈസാ നബിയുടെയും മുഹമ്മദ് റസൂലുള്ളാഹിന്റെയും ഇടയിൽ മക്കത്തെ മുശ്രിക്കീങ്ങളും പടുജാഹിലുകളാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊരു പരിചയം ഉണ്ടാവാനുള്ള ചാൻസേ ഇല്ല. അദാസിനറിയാം, അദാസ് നസ്രാനിയാണ്, ഇൻജീൽ വായിച്ച ആളാണ്. അതിൽ പറയപ്പെട്ട വാക്ക ഒരാൾ പറയുന്നത് കേൾക്കുന്നു. അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെ ഈ വാക്ക് പറഞ്ഞു? അപ്പൊ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അൻത വമാ ദീനുക. അത് ചോദിച്ചപ്പോ നീ ആരാണ്, നിന്റെ ദീൻ ഏതാണ്? അന അദാസ് വ അന നസ്രാനിയുൻ. എന്റെ പേര് അദാസ് എന്നാണ്, ഞാൻ നസ്രാനിയാണ്. നിന്റെ നാട് എവിടെയാണ്? ഇറാഖിൽ നീനാവയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓഹോ, എന്റെ സഹോദരൻ യൂനിസിന്റെ നാട്ടുകാർ. അത്ഭുതം കൂടി, അതെങ്ങനെ നിങ്ങൾക്ക് യൂനിസിനെ അറിയാം? ശരിയാ, മക്കക്കാർക്ക് യൂനിസിനെ അറിയാൻ ഒരു വഴിയുമില്ല, അറബികൾക്ക് യൂനിസ് നബിയെ അറിയാനുള്ള ഒരു വഴിയുമില്ല. കാരണം ഒരു കിതാബുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, ആ താരീഖ് അറിയാനുള്ള ചാൻസേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരൻ നബിയാണ് യൂനുസ്, വ അന നബിയുൻ, ഞാനും നബിയാണ്. താരീഖിന്റെ ഉലമാക്കൾ എഴുതി, അജാസ് കൈമേലുള്ള പാത്രം താഴെ വെച്ചു, റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. കയ്യിൽ ചുംബിക്കുന്നു, തലയിൽ ചുംബിക്കുന്നു, കാലിൽ ചുംബിക്കുന്നു. ഉതുബയും ഷൈബയും ദൂരത്ത് നീ കാഴ്ച കാണുകയാണ്. ഷൈബ പറഞ്ഞു ഉതുബയോട്, നിന്റെ അടിമ വഴിപിഴച്ചിരിക്കുന്നു, നിന്റെ അടിമ വഴിപിഴച്ചിരിക്കുന്നു. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊണ്ടയേറിന്റെ വേദന ആ ഒറ്റ സെക്കൻഡിൽ മറന്നു. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിന ദുനിയ വമാ ഫീഹാ ഔ ഖൈറുൻ ലക മിൻ ഹുമിരി നിഅം. ഒരാളെങ്കിലും ഹിദായത്തിലായാൽ. അവിടെ വെച്ച് അജാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് മുസ്ലിമായി. അതിനേക്കാളും വലിയ സമാധാനം വേറെ ഒന്നും ഒരു മുവഹിദിന് കിട്ടാനില്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആവേശവും ആ ഒരു സന്തോഷവും മുവഹിദിന്റെ ഖൽബിൽ ഉണ്ടാവണം. എങ്കിലേ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു ജൂത ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ കാണാൻ പോയില്ലേ, രോഗിയായി കിടക്കുമ്പോൾ ഖിദ്മത്ത് ചെയ്തുകൊണ്ടുന്ന ആളാണ്, യഹൂദി. ആ മോനെ സന്ദർശിച്ചു, മോനെ തലഭാഗത്തിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, മോനെ ഉത്തരവാദിത്വം, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. മോനെ അസ്ലിം തസ്ലം, മോനെ മുസ്ലിം ആയിക്കോളി, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ ജൂത പയ്യൻ അവന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോളി, അയാള് നിനക്ക് ഖൈറല്ലാത്ത വേറൊന്നും പറയൂല. എൻ്റെ പ്രിയപ്പെട്ട മുവഹിദുകളെ, ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും ജനങ്ങൾക്കിടയിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറയുമ്പം, ദീൻ പറയുമ്പം, ആദർശം പറയുമ്പം, അയാൾ പറഞ്ഞല്ലേ കൊള്ളാം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 എണ്ണം തിരിച്ചിങ്ങോട്ട് ചൂണ്ടിയിട്ട് അയാളെ പറഞ്ഞ് എന്ന് നമ്മളെ പറ്റി പറയപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആ ഉപ്പാന്റെ ഒറ്റ വാക്ക് അബുൽ ഖാസിം, ആ മോൻ ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി, വീട്ടിന്റെ പുറത്ത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. ഹദീസിന്റെ വരികൾ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി, വഖാല
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി. ഇതായിരിക്കണം ഓരോ മുവഹിദിന്റെയും മനസ്സ്. ഓരോ മുവഹിദിന്റെയും മനസ്സ് മുന്നോട്ട് ചെല്ലണം, അങ്ങോട്ട് ചെല്ലുന്നവരാവണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്ന വിഷയത്തിൽ രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് നേരിടേണ്ടി വരും. അതിലൊന്ന് അബൂലഹബിനെ പോലത്തെ ടീം, മറ്റൊന്ന് ഹബീബുൻ നജ്ജാറിനെ പോലത്തെ ടീമുകൾ. ഇത് രണ്ടും ഇന്ന് ദുനിയാവിൽ നിലവിലുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ വഹ്ദാനിയ്യത്തിനോട് അത്ര വെറുപ്പുള്ള ചില ആളുകൾ, അവർക്ക് ശക്തമായ വിയോജിപ്പാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിനോട്. അവർക്കത് അംഗീകരിക്കാനും പറ്റൂല. അതിനെപ്പറ്റിയുള്ള വർത്തമാനം കേൾക്കുന്നത് അവർക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാക്കായിരിക്കും. അതിനൊരു കാരണമുണ്ട്. അതായത് ജൂതന്മാർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് നിന്ന് ഇല്ലാണ്ടാക്കാനുള്ള പണികൾ മുഴുവൻ എടുത്തു. പക്ഷെ അവർക്ക് ബോധ്യപ്പെട്ടൊരു സംഗതിയിൽ ഒരു സത്യമുണ്ട്. അതായത് ദീനുൽ ഇസ്ലാമിന്റെ രോമത്തിന് തൊടാൻ അവരെ കൊണ്ട് സാധ്യമല്ല, പറ്റൂല. ചിലപ്പോ നമ്മൾക്ക് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുമല്ലോ, അവർ ഇസ്ലാമിന് എന്തെങ്കിലും ആക്കിക്കളയോടി, അവർ ഇസ്ലാമിനെ അങ്ങനെ ആക്കോ, ആ നിയമം അങ്ങനെ ആക്കോ, ഖുർആൻ അങ്ങനെ നശിപ്പിക്കോ. ലോകത്ത് നടക്കൂല. കാരണം എന്താ അറിയോ, ഇന്ന് നിലവിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഉപ്പാപ്പമാര് കഴിഞ്ഞുപോയി ദുനിയാവിൽ. അതിശക്തന്മാരായ ആളുകൾ, ഒരുപാട് കഴിവുകളുള്ളവർ, പണികളും 18 മടങ്ങ് കയറ്റിയവർ. പക്ഷെ ഇസ്ലാമിന്റെ രോമം അനങ്ങിയിട്ടില്ല, അനങ്ങൂല. ഇലാ യൗമുൽ ഖിയാമ സാധ്യമേ അല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. ഒരു സത്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ നമുക്കൊരു ടെൻഷനേ ഇല്ല. ആരെന്ത് കളിച്ചാലും, ആരെന്ത് പറഞ്ഞാലും, എന്ത് എഴുതിയാലും, എന്ത് പ്രസംഗിച്ചാലും, എത്ര തലകുത്തി മറിഞ്ഞാലും ഇസ്ലാം ലോകത്ത് അങ്ങനെ തന്നെ ജയ്യമായി നിൽക്കും. ഒരു സംശയമില്ല. അത് ജൂതനറിയാം, ജൂതൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ അവർക്ക് സാധ്യമാവുന്ന ഒരു കാര്യം ആ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ പിറകോട്ട് വലിക്കുക എന്നുള്ളതാണ്. അതിൽ അവൻ വിജയം കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അവർ അതിനുവേണ്ടി കണ്ടെത്തിയ വഴികളിൽ ഒന്നാമത്തെ വഴി ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള പണ്ഡിതന്മാരെ വിലക്കെടുക്കുക എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായി കഴിയും, അതിൽ സംശയമൊന്നുമില്ല. എന്തുകൊണ്ടറിയോ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പരിശുദ്ധമായ ഇൽമിനെ ഒളിപ്പിച്ചു വെക്കുകയും പൂഴ്ത്തി വെക്കുകയും ചെയ്തു എന്നത് സത്യമാണ്. അറിയാതെ പോയി നമ്മൾ. ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ആ സ്റ്റെപ്പിന്റെ മസലകൾ അറിയേയില്ല. അർത്ഥത്തിന്റെ 2 വഴികളിൽ മാത്രം പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അതിനെ ഒതുക്കി ജൂതന്മാരെ ജയിച്ചു. അത് അവരുടെ ജോലിയായിരുന്നു. ശൈത്താൻ നാളെ ആഖിറത്തിൽ പറയുമല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് അള്ളാഹു നിങ്ങളോട് വാദ ചെയ്തു, നിങ്ങൾ എന്നെ പിൻപറ്റി, എന്റെ ജോലി ഞാൻ ചെയ്തു. ലാ തലൂമൂനി വലൂമു അൻഫുസക്കും. അവിടെ എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട, നിങ്ങൾ നിങ്ങളെ സ്വന്തം ആക്ഷേപിച്ചാൽ മതി. ഞാൻ എന്റെ ജോലിയാ ചെയ്ത്. ജൂതന്മാർ അവരുടെ പണി വളരെ ഭംഗിയായി പൂർത്തിയാക്കി. വഹദാനിയത്തിന്റെ ഇൽമിനെ ഒളിപ്പിച്ചു വെച്ചു. ഷഹാദത്തിന്റെ ഇൽമിനെ പൂർത്തിയവർ. സാധാരണക്കാരന് ഇന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ 2 റുക്കിന് 198 മുസ്ലിമീങ്ങൾ മൂക്കിന്റെ തുമ്പത്തുണ്ട്. ഉംറയ്ക്ക് വേണ്ടി വരുമ്പം മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താ അറിയോ, കൂടെ വരുന്ന 40 പേരിൽ 38 പേർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ റുക്കുനുകൾ അറിയില്ല. അവര് വന്നെന്തിനാ? കഅബാലയം തവാഫ് ചെയ്യാൻ. അവര് വന്നെന്തിനാ? ഹജറുൽ അസ്വദ് ചുംബിക്കാൻ. എന്നിട്ട് മതാഫിൽ നിന്ന് ദുആ ചെയ്യും. മുൽതസമിൽ കഅബാലയത്തിനോട് നെഞ്ച് ദുആ ചെയ്യാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല, കലിമത്തു തൗഹീദ് അറിയില്ല, ലക്ഷ്യം എന്താണെന്നറിയില്ല. യഥാർത്ഥ മുസ്ലിമായിട്ടില്ല അവർ. അങ്ങനെയാ വന്നിരിക്കുന്നത്. അത്രത്തോളം ജൂതൻ ജയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വം ചെറുതല്ല എന്നർത്ഥം. ഉത്തരവാദിത്വം
ചെറുതല്ല എന്നർത്ഥം. കലിമ അറിയില്ല. ഇന്നും അവർ അറിയാവുന്ന ലാ ഇലാഹ എന്നറിയോ? ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു, അല്ലാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹം മറ്റാരുമില്ല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനും അല്ലാഹുവിന്റെ അടിമയുമാകുന്നു. ഖലാസ്. എന്നെ പുറത്തറിയില്ല. ജൂതൻ പണ്ഡിതന്മാരെന്ന് പറയുന്നവരെ ആ ചട്ടുകങ്ങളെ ഉപയോഗിച്ച് ഉമ്മത്തിനെ അടിച്ചൊതുക്കി. അപ്പുറം വേറൊന്നും അറിയണ്ട, ഇത് മാത്രം അറിഞ്ഞാൽ മതി. പച്ചയായ സത്യം അറിയോ? നിസ്കാരക്കാരുണ്ടതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നോമ്പുകാരുണ്ട്, സക്കാത്തുകാരുണ്ട്, ഹജ്ജുകാരുണ്ട്, ഉംറക്കാരുണ്ട്, സുദഖക്കാരുണ്ട്, സ്വൽസ്വഭാവികളുണ്ട്. എല്ലാ അർത്ഥത്തിനും മുത്തുപോലത്തെ മനുഷ്യന്മാര് ദുനിയാവ് മുഴുവനും നിറഞ്ഞ് കവിഞ്ഞ്. ഇതൊന്നും ജൂതന് പേടിയയില്ല. അവന്റെ ഒരൊറ്റ ഭയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാവലാണ്. അതുണ്ടാവാതിരിക്കാൻ അവൻ എല്ലാ പണിയും നോക്കി അവൻ മിമ്പറുകളും മിഹ്റാബുകളും വരെ കടമെടുത്തു. ഇന്നും നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ സാധാ മുസ്ലിമീങ്ങൾക്ക് മുമ്പില് 4 മണിക്കൂർ ഒരു പണ്ഡിതൻ എന്ന് പറയുന്നവൻ പ്രസംഗിച്ചാൽ, ജാഹിലാണ് പണ്ഡിതൻ എന്ന് പറയുന്നവൻ പ്രസംഗിച്ചാൽ, ആ 4 മണിക്കൂറിൽ 3 മണിക്കൂറും പറയുന്നത് മഖ്ലൂഖാത്തുകളുടെ തക്ബീറാണ്. വറബ്ബക ഫകബ്ബിർ എന്നല്ല, മറിച്ച് അടിമകളെ തക്ബീർ ചെയ്യലാണ്. അയാൾക്കിന്ന കഴിവുണ്ട്, ഇയാൾക്കിന്ന കഴിവുണ്ട്. ആ തരത്തിൽ ഉമ്മത്തിനെ ജൂതന്മാര് മാറ്റി. അതിലൂടെ ഉണ്ടായ പ്രയാസം എന്താണെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വഹദാനിയത്ത് മനസ്സിന് ദേഷ്യമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറി. തായിഫിലേക്ക് നമ്മൾ പോയി. മസ്ജിദ് ഇബ്നു അബ്ബാസിന്റെ ആ ഓരത്ത് നിന്ന് ആൾക്കാരെല്ലാം കൂട്ടി നിർത്തി ഇബ്നു അബ്ബാസിന്റെ കഥ പറഞ്ഞു. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ ഇൽമ് എന്താണ്, അദ്ദേഹത്തെ പറ്റി ഹദീസിൽ വന്ന ഫളായിൽ എന്താണ്, എല്ലാവരും ആവേശത്തോടെ കേട്ട് നിന്നു. ചിരിച്ചോണ്ട്, അത്ഭുതപ്പെട്ടുകൊണ്ട്, ചിലപ്പോൾ കണ്ണുകൾ നിറയുന്നു, ഒക്കെ കണ്ടു. ഇതൊക്കെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട ഹദീസ് ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ കേട്ടൊരു ഹദീസാണ്. കുന്തു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ഗുലാം ഉഅല്ലിമുക കലിമാത്തിൻ ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സഅൽത ഫസ്തഇൻ ബില്ലാഹ്. ഇത് കേട്ടപ്പോഴേക്കും 2-3 ആൾക്കാർ തിരിച്ചു പോയി. ഗ്രൂപ്പിലുള്ളവർ 2-3 ആൾക്കാർ പുറകോട്ട് പോയി. പിന്നെ അവർ കേൾക്കുന്നില്ല. അവരുടെ വർത്തമാനത്തിൽ ഒരാൾ മറ്റേയാളെ വാച്ച് നോക്കുന്നു, മറ്റേയാളെ മൊബൈൽ നോക്കുന്നു, മറ്റേയാളെ മാല നോക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് സമയം അവർ കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ താല്പര്യമില്ല. ആരെപ്പറ്റി? അള്ളാഹുവിനെ പറ്റി കേൾക്കാൻ. അങ്ങനത്തെ ഒരവസ്ഥ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ അബൂലഹബിന്റെ മാനസികാവസ്ഥക്കാരാണ്. അബൂലഹബ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ സയ്യിദം തങ്ങളാണ്. അബൂലഹബിന്റെ ഓട് ഉമ്മു ജമീല തങ്ങൾ ചെയ്യാണ്. അതായത് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന വലിയ നിലയും വിലയും പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ അവര് നികൃഷ്ടരാണ്. അവര് അല്ലാഹുവിന്റെ കോപത്തിന്റെ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരു തങ്ങളും ഒരു തങ്ങൾ ചെയ്യും. എന്താ പ്രശ്നം എന്നറിയോ? അവർ ലാ ഇലാഹ ഇല്ലല്ലയോട് വിരോധമുള്ളവരാണ്. എങ്കിൽ അവരുടെ പിന്നിലാണ് ഇന്ന് നമ്മുടെ സഹോദരങ്ങളിലുള്ള ഭൂരിപക്ഷം ആളുകളും ഉള്ളത്. രക്ഷപ്പെടുത്തിയേ പറ്റൂ. അവരുടെ മുമ്പില് വളരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് ചെന്ന് ആവേശത്തോടെ സമയവും പണവും ഊർജവും ചെലവഴിച്ച് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അബൂലഹബ് അള്ളാഹനെ അറിയാത്ത ആളല്ല. അള്ളാഹനെ അറിയാത്ത ആളല്ല അബൂലഹബ്, കൃത്യമായിട്ട്. അതുകൊണ്ടാണ് അന്നത്തെ ആ മക്ക പ്രസംഗത്തിൽ അബൂലഹബിന് ദേഷ്യം പിടിച്ചത്. അബൂലഹബിന് ചൂടായി പറഞ്ഞാൽ അയാളെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾക്ക് ജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം 2 റുക്നുകളും അബൂലഹബിന് കൃത്യമായിട്ട് അറിയാം. എന്താ ലാ ഇലാഹ? ഒന്നാമത്തെ റുക്ൻ നഫ്യുൽ ആം. നഫ്യുൽ ആം
അതായത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർദ് പറയും പോലെ ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഫർദ് നഫിയുൽ ആം, മൊത്തത്തിലുള്ള നിഷേധം. അഥവാ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഇതിനെ മുഴുവൻ എടുത്ത് കളഞ്ഞേ പറ്റൂ. അത് ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചേ പറ്റൂ. അവിടെയാണ് നമ്മൾ തബ്ലീഗ് ജമാഅത്തിന്റെ ദഅവത്ത് ശരിയല്ല എന്ന് പറയും. ശരിയല്ല. തബ്ലീഗ് സാധാരണ ദായിമാരെന്നാ പറയാ, പക്ഷെ അത് ദഅവത്ത് പൂർണ്ണമല്ല. പക്ഷെ അവർക്കിട്ട് പറഞ്ഞിട്ട് തിരിയുന്നില്ല. ഇനി പറഞ്ഞാലോ അവര് നമ്മളെ പിഴച്ചവരാക്കിയിട്ട് അങ്ങ് തള്ളുകയും ചെയ്യും. ദഅവത്ത് പൂർണ്ണമല്ല. എന്തുകൊണ്ടറിയോ? അവര് നഫിയുൽ ആം മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. ദഅവത്തിന്റെ ഉത്തരവാദിത്ത പൂർത്തീകരണം അല്ലാഹുവല്ലാത്ത ബാത്തിലായ ഇലാഹുകളെ നിരാകരിക്കലും അത് ശരിയല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കലും. ശരിക്കും അത് ചെയ്യുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫാന്റെ ദഅവത്തിൽ നമ്മൾ എത്തുക. അപ്പോഴാണ് ദഅവത്തിന്റെ കയ്പറിയാൻ പറ്റുക. ഒരു ഭാഗത്ത് മധുരമുണ്ട് ദഅവത്തിന്, മറുഭാഗത്ത് ദഅവത്തിന് കയ്പുണ്ട്. അതറിയാൻ എപ്പോഴറിയോ? എന്ന അള്ളാഹു പറഞ്ഞ ദഅവത്തിന്റെ ആ ഭാഗം പൂർത്തിയാക്കുമ്പോഴാണ്. മുജാഹിദുകൾക്ക് മാത്രമേ അതിന്റെ ധൈര്യം ഇവിടെയുള്ളൂ, നാട്ടിലുള്ളൂ. സലഫികൾക്കല്ലാണ്ട് ആ ധൈര്യമില്ല. തബ്ലീഗിന്റെ ദായിമാരെന്ന് പറയപ്പെടുന്ന ദായിമാര് പോട്ടെ, സാധാരണക്കാരെ ജാഹിലീങ്ങളാണ്, സൂഫികളാണ്, ഒന്നും അറിയില്ല. നമ്മൾ തബ്ലീഗിന്റെ സാധാരണക്കാരെ ആൾക്കാരെ മനസ്സിലാക്കേണ്ടെങ്കിൽ വെച്ചാൽ ഒന്നും അറിയില്ല. അവർക്ക് ശർഈയായിട്ട് ഇൽമുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൽമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജമാഅത്തിന് പോയ ആൾക്കാരുണ്ട്? തബ്ലീഗിൽ ഉണ്ട്. അവർക്കേ മനസ്സിലാവുള്ളൂ ഞാൻ ഈ പറയുന്നത്. പോത്തർക്ക് തിരിയില്ല. ഞാൻ കുറെ ചില്ല പോയ ആളാണ്. 40 ദിവസം പോയിട്ടുണ്ട്, 4 മാസം പോയിട്ടുണ്ട്. അവർക്കേ തിരിയുള്ളൂ. കലിമത്തു തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയും അവർക്കറിയില്ല. കാരണം തബ്ലീഗാർ, അതായത് ബടാ 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 ഏക് ചില്ല സാത്തിയോ, 4 മഹീന സാത്തിയോ, 1 സാൽ സാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാറ്റഗറി ഉണ്ട്. 4 മാസം പോയ ആൾക്കാർ, 4 മാസം പോയ ആൾക്കാർ, 1 കൊല്ലം പോയ ആൾക്കാർ. വിളിച്ചിട്ട് പറഞ്ഞു നോക്കിയേ കലിമത്തിന്റെ അർക്കാനുകൾ എത്ര ഏതൊക്കെ, എന്തെന്നിപ്പ നിങ്ങൾ പറയുന്നത്, അങ്ങനെ ഒന്നുണ്ടാ എന്ന് ചോദിക്കും. ചർച്ചയില്ല. ആകെ ഉള്ള ഇൽമെന്ന് പറഞ്ഞാൽ ഫളായിലിന്റെ കിതാബ് വായിക്കുന്ന ഇൽമു മാത്രം. അതുകൊണ്ട് അവരെ മാറ്റി വെക്കാം. ജാഹിലീങ്ങൾ, ഫഅഅരിദ് അനിൽ ജാഹിലീൻ, നമുക്ക് അവരോട് നിന്ന് പറയാനാണ്, എന്ത് സംസാരിക്കാനാണ്. പക്ഷെ തബ്ലീഗിന്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അറബി കോളേജ് പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, അതിന്റെ മർക്കസുകളിൽ ഖതീബായി അമീറന്മാരായിട്ട് പിന്നെ നിൽക്കുന്ന തബ്ലീഗിന്റെ ഉലമാക്കള് കപടന്മാരാണ്. സത്യം പറഞ്ഞാൽ കപടന്മാരാണ്. വളരെ കൃത്യമായി റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്തിന്റെ ആദ്യത്തെ ഭാഗം വമൻ യക്ഫുർ ബിത്താഗൂത്ത് എന്നാണെന്ന് ബോധ്യപ്പെട്ടവർ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാത്രം അതിനൊളിപ്പിച്ചു വെച്ചു. കാരണം താഗൂത്തുകളെ നിഷേധിച്ചാൽ, താഗൂത്തുകൾ ശരിയല്ല എന്ന് ഉറക്കെ പറഞ്ഞ് ദഅവത്ത് ചെയ്താൽ തീർച്ചയായും ദഅവത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരും. സലഫികൾ ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. എൻ്റെ മുമ്പിലുള്ള ആൾക്കാർക്കും ഇവർക്കൊക്കെ ചിലപ്പം അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും. പുതിയ ആൾക്കാർക്ക് ചിലപ്പം അത്ര ഉണ്ടാവൂല. പഴയ ആൾക്കാർ ശരിക്കും ആ കയ്പ് നീര് കുടിച്ചിട്ടുണ്ടാവും. ദഅവത്തിന്റെ കയ്പ് നീര് അത് കുടിച്ചവർക്ക് അതിനോട് കൂറും ഉണ്ടാവും. സഹാബത്തിനുള്ളത് പോലെ മധുരം മാത്രം, തേൻ മാത്രം കുടിച്ചവർക്ക് കയ്പക്കന്റെ കയ്പ് ഭയങ്കര കയ്പായിരിക്കും. ഇത് രണ്ടും അനുഭവിച്ചറിയണം. ഒന്ന് വമൻ യക്ഫുർ ബിത്താഗൂത്ത്, സർവ്വതിനെയും നിഷേധിച്ച് തള്ളിക്കളയണം. ഇതൊന്നും ശരിയല്ല എന്ന് ഉറക്കെ പറയണം. അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ അവകൾക്കൊരു മുസ്ലിമിന്റെ മുവഹിദിന്റെ ജീവിതത്തിൽ യാതൊരു പങ്കുമില്ല, എന്നുറക്കെ പറയണം. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന, തവക്കുൽ ചെയ്യപ്പെടുന്ന, അതേപോലെ തന്നെ അവലംബമാക്കപ്പെടുന്ന, ഉപകാരം തേടപ്പെടുന്ന, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടപ്പെടുന്ന എന്തൊക്കെ ഏതൊക്കെ വസ്തുക്കൾ അത് മുഴുവനും ബാത്തില, അത് ശരിയല്ല എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറയാൻ ദഅവത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. കലിമത്തിന്റെ ഒന്നാമത്തെ ഫർദാണ്. 2 ഇസ്ബാത്തുൽ ഖാസ്, എല്ലാത്തിനെയും തള്ളിയിട്ട് പറയണം ഇല്ലല്ലാഹ്, അതുകൊണ്ട് എൻ്റെ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ പൂർത്തിയായി. അതാണ് ആ കലിമിന്റെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അബൂലഹബിന് മനസ്സിലായി. നമ്മുടെ നാട്ടിലുള്ള അബൂലഹബുമാർക്കും കൃത്യമായി ബോധ്യപ്പെട്ടു.
അതുകൊണ്ടാണ് ഇത്ര ശക്തമായി നമ്മൾ എതിർക്കുന്നത്. അറിയാത്തതുകൊണ്ടല്ല. നമ്മൾ സാധാരണ പറയില്ലേ, എതിർക്കുന്ന ചില പണ്ഡിതന്മാരുണ്ടല്ലോ, എതിർത്ത് സംസാരിക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ എന്ന് വേണം പറയാൻ, ജാഹിലികളാണ്. കോഴിക്കോട് കടപ്പുറത്ത്, എനിക്ക് ആ മനുഷ്യന്റെ പേരെടുത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ടെന്നാലും പറയാം, ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. അയാളെ വർത്താനം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അറിയോ, ജാഹിലാണ്. അയാൾ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്തുകൊണ്ട്? ആദർശപരമായിട്ടാണ് കേട്ടോ. ബാക്കി കാര്യം അല്ലാഹു അഅലം. ആദർശപരമായി, അഖീദപരമായി, അതല്ല നമുക്ക് വരാനും പറ്റുള്ളൂ. കോഴിക്കോട് കടപ്പുറത്തുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞല്ലോ, EK അബൂബക്കർ മുസ്ലിയാർ ഇപ്പോഴും നമ്മുടെ മുഷാവറയിലോ യോഗത്തിലും ഒന്ന് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആകാശത്ത് പറന്നു നടക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചൊരാൾ പറയുന്നൊരു വാക്കല്ല ഇത്. ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തില് ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് കൃത്യമായി ആളുടെ നാവിൽ നിന്ന് മാലോകരെ മുമ്പിലിരുത്തി പറയുന്നൊരു വാക്കേ അല്ല. അത് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന വാക്കാണ്. ഒന്നൂടാ. പിന്നെ ബാക്കിയുള്ള കഥകൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ബാലരമ ബാലമംഗളം പോലുള്ള കഥാപുസ്തകമില്ലേ, അതിൽ കഥകൾ എഴുതുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ കഥകൾ അഥവാ തീർന്നു പോയാൽ ആരെ സമീപിച്ചാൽ മതി? ഇവരെ സമീപിച്ചാൽ മതി, കഥകൾ കിട്ടും. അങ്ങനത്തെ കഥയാ വരുന്നത്. എന്നെക്കാൾ അധികം നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. ജൂതൻ കടമെടുത്ത ചട്ടുകങ്ങളാണ് അവർ. എന്തിനറിയോ? ഇസ്ലാമിനെ തകർക്കാൻ പറ്റുമെന്ന് ഉറപ്പായി മുസ്ലിമീങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ അകറ്റാൻ. അതുകൊണ്ട് തന്നെ കലിമത്തിന്റെ റുക്കിന് അറിയില്ല മുസ്ലിമീങ്ങൾക്ക്. നഫിയുൽ ആം എന്ന ഒന്നാമത്തെ കലിമ പൂർത്തിയാക്കിയവന്റെ മനസ്സിൽ ഒരു കാരണവശാലും മലായിക്കത്തും ഉണ്ടാവൂല, ജിന്നും ഉണ്ടാവൂല, അമ്പിയാക്കൽ ഉണ്ടാവൂല, ഔലിയാക്കൽ ഉണ്ടാവൂല, സാലിഹ്യങ്ങൾ ഉണ്ടാവൂല, ജീവിച്ചിരിക്കുന്നവരുണ്ടാവൂല, മരിച്ചവരുണ്ടാവൂല, ഒരാളുണ്ടാവൂല, ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ്, താഗൂത്തിനെ നിഷേധിച്ചു എന്നിട്ട് അല്ലാഹുവിനെ വിശ്വസിച്ചു, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവനാ മുറുകെ പിടിച്ചത്. അങ്ങനെ താഗൂത്തുകളെ ഒഴിവാക്കേണ്ടി വരും. ആരും ഉണ്ടെന്നില്ല, മക്കാരും ഉണ്ടെന്നില്ല, നിശബ്ദമായി മക്ക. അന്നത്തെ മക്ക ജബൽ അബീ ഖുബൈസിന്റെ അല്ലെങ്കിൽ സഫാ മലയുടെ മുകളിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പ്രബോധന പ്രഭാഷണം നടത്തിയ യാ അഹ്ല മക്ക, യാ ബനി ഹാഷിം, യാ അബ്ബാസ് അമ്മ റസൂലില്ലാഹ്, ഓരോരുത്തരെയും വിളിച്ചു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരും ഉണ്ടെന്നില്ല. പെട്ടെന്ന് അബൂലഹബിന്റെ ശബ്ദം പോക്കി. അബൂലഹബ് മാത്രം പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നശിച്ചു പോവട്ടെ നീ, അലിഹാദാ ജമഅതനാ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നീ നമ്മളെ വിളിച്ചു കൂട്ടിയത്. അതാ ഇന്നും തൗഹീദിന്റെ പ്രബോധകന്മാരോട് പറയപ്പെടുന്ന വാക്ക്. അലിഹാദാ ജമഅതനാ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഫറഖ്ത ജമാഅതനാ, നമ്മളെ ഐക്യത്തല്ലോ മുഹമ്മദേ, ഇന്നും പറയപ്പെടുന്ന വാക്ക്, ഇന്നും പറയുന്ന വാക്ക്. അബൂലഹബിന്റെ അനുയായികൾ, ഒരു മുജാഹിദുകാരൻ നാട്ടിൽ പ്രബോധന പരിപാടിക്ക് തുടക്കം കുറിച്ചാൽ ഓനെ ചൂണ്ടിയിട്ട് ആൾക്കാർ ചായ കുടിക്കുമ്പോൾ കണ്ടോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ആദ്യത്തെ മനുഷ്യനായി വൻ. എൻ്റെ നാട്ടിലൊരു സലാം സാഹിബുണ്ട്. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച കാസർഗോഡുള്ള നമ്മുടെ ഒരു മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹത്തെ കണ്ടു, ഭയങ്കര സന്തോഷമായിപ്പോയി. അന്ന് നമ്മൾ മദ്രസ പഠിക്കുന്ന കാലത്ത് സലാംക്കാരുടെ വീട് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ മുജാഹിദിന്റെ പോലെ. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാഫറിന്റെ പോലെ, കാഫറിന്റെ പോലെ. ഇന്ന് അദ്ദേഹം എവിടെയോ നിൽക്കുന്നു തൗഹീദ്, നമ്മൾ എവിടെയോ ശിശുക്കളായിട്ട് നിൽക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിൽ ആദ്യത്തെ സലഫി, ആദ്യത്തെ മുവഹിദ്, ആ വീട്ടുകാരെ മുഴുവൻ ആൾക്കാരെ ഒറ്റപ്പെടുത്തി, നാട്ടുകാരെ മുഴുവൻ. ഇന്നുണ്ട് സലാമിക്ക, ആ വെള്ള വലിയ താടിയും നല്ല മനോഹരമായ മുഖവുമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണ്. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാഫറിന്റെ പോലെ. കാരണം അന്ന് മുജാഹിദ് കാഫറാണ്. അബൂലഹബിന്റെ അനുയായികൾ അങ്ങനെ പറയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂലഹബിന്റെ അനുയായികൾ നമ്മളെ പറ്റി അങ്ങനെ പറയുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ പറയപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയാ വിളിക്കപ്പെട്ടത്. ഉമർ ഇബ്നു ഖത്താബ് അങ്ങനെയാ പറയപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ പെരുമയുള്ളവരോ കുടുംബക്കാരോ തറവാട്ടുകാരോ അല്ലല്ലോ നമ്മള്.
റസൂലുള്ളാഹി തങ്ങൾ വഹ്ദാനിയത്തിന്റെ ദഅവത്തിന്റെ വിഷയത്തിൽ അങ്ങനെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിളിയും ആ ചീത്തവാക്കും ആ അസഭ്യം പറയലും ആക്ഷേപവും ഫേസ്ബുക്കിലും വാട്സപ്പിലുമുള്ള വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളും വരികളും ഇസ്സത്തിന്റെ ഭാഗമായിട്ട് കാണണം. കാരണം അങ്ങനെ ആ തൗഹീദിന്റെ പ്രബോധകർക്ക് അനുഭവിക്കേണ്ടി വരിക അത് മാത്രമേ ലാസ്റ്റ് വിജയം വരിക. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ഏതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് കിരീടമില്ലാത്ത രാജാവായതുപോലെ എൻ്റെ തൃക്കരിപ്പൂർ ഇന്നും ആ സലാംക്ക് ജീവിക്കുന്ന പോലെ ഇതൊക്കെ നമ്മൾ അസൂയയുടെ മൂപ്പനെ കാണുന്നു. കുറെ കൊല്ലം മുമ്പ് അള്ളാന്റെ വഹദാനിയത്ത് പറയാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ നമ്മൾ വെറുതെ ഇങ്ങനെ ജാഹിലായിട്ട് തുടങ്ങുന്നു. അബൂലഹബിനെ താങ്ങാനേ പറ്റിയില്ല. ഫറഖ്ത ജമാഅതന, നാട്ടിൽ ഐക്യം നീ തകർത്തല്ലോ മുഹമ്മദേ. റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സ് വല്ലാണ്ട് നൊന്തു. എൻ്റെ പ്രിയപ്പെട്ട തൗഹീദിന്റെ പ്രബോധകരെ, ആ നോവ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട, അതിൻ്റെ സന്തോഷം വരാനിരിക്കുന്നേ ഉള്ളൂ. റസൂലുള്ളാഹിക്ക് ഭയങ്കര നോവായി. വീട്ടിലേക്ക് കയറി ചെന്നു. റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് കയറി. ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. പക്ഷെ ആശ്വാസം വരുന്നില്ല. കാരണം എന്താ അറിയോ? എതിർത്ത ആള് മൂത്താപ്പ, എതിർത്ത ആള് സ്വന്തം മൂത്താപ്പ. നമ്മളൊക്കെ പലപ്പോഴും തോറ്റുപോകുന്ന സാഹചര്യമായിരിക്കും ഇത്. മൂത്താപ്പ, അളയപ്പ, അമ്മായി, ഇളയമ്മ, ചിലപ്പോൾ അടുത്ത ചങ്ങായിമാര് മംഗളത്തിന് വരൂല, മോക്ക് പുതിയാപ്പണ്ണ കിട്ടൂല, അങ്ങനെ കച്ചവടം ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ പ്രതിബന്ധങ്ങളായിരിക്കും ദഅവത്തിന്റെ മുന്നിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സാ സമയത്ത് ആലോചിച്ച് നോക്കി. ഒരു സഹാബി പറയുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരാളൊരു പാറന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പറയുന്നു, ബാക്കിൽ തന്നെ സുന്ദരനായ ഒരാൾ, അബൂ ലഹബ്. എന്താ അബൂ ലഹബിന്റെ അർത്ഥം? ലഹബിന്റെ ബാപ്പ. ലഹബിന്റെ അർത്ഥം തിളക്കം. അത്ര സുന്ദരനാണ് മനുഷ്യൻ അബൂ ലഹബ്. ഞാൻ നോക്കുമ്പോൾ ഒരാളിങ്ങനെ പ്രസംഗിക്കും, ഉടനെ തന്നെ വേറൊരാള് അതിന്റെ ആ പാറമ കയറിയിട്ട് പറയും, ഇവൻ കള്ളനാണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ എന്റെ കുടുംബക്കാരനാണ്, എന്നെ പോലെ നിങ്ങൾക്ക് എന്തായാലും മൂപ്പര് അറിയില്ലല്ലോ. ഞാൻ ചോദിക്കും, ബാപ്പ ഇതാരാണ്? അപ്പൊ എന്റെ ബാപ്പ പറയും, ആദ്യം പറഞ്ഞ മുഹമ്മദാണ്, അബ്ദുല്ലാന്റെ മോൻ. മറ്റത് ആ മുഹമ്മദിന്റെ മൂത്താപ്പ അബൂ ലഹബാണ്. എന്തായിരിക്കും ആ മാനസികാവസ്ഥ? ഇന്ന് നമ്മൾ തന്നെ ചില ആൾക്കാർ, പ്രവർത്തകര് പള്ളിയിൽ വന്നിട്ട് കരയും. എന്താണ് പോയി? ഭാര്യ എങ്ങനെ നേരെയാവുന്നില്ല, ഭാര്യയ്ക്ക് തൗഹീദ് മനസ്സിലാകുന്നില്ല, പ്രയാസം, സങ്കടം. ഇല്ലെങ്കിൽ ഉപ്പാന്റെ വിഷയം പറയും, ഉപ്പ എങ്ങനെയും മാറുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ, അല്ലെങ്കിൽ ആ തൗഹീദിന്റെ പ്രബോധകന്റെ, ആ ദാഇയുടെ മനസ്സിന്റെ നോവ് അർശിലെത്തി. വന്നു ജിബ്രീൽ. തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ. മനോഹരമാണ്. സുബ്ഹാന റബ്ബി. അള്ളാന്റെ വാക്കുകളും ആ പ്രയോഗവും എത്ര രസമാണ്. അബൂജഹലിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് വിഷം പുരുട്ടിയ അമ്പ് കയറും പോലെയാണ് ഈ വാക്ക് കയറുക.